പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
എന്റെ കർമ്മങ്ങൾ പാലിക്കുകയും ചെയ്തവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും.
വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ പ്രജകളോ നിന്നോട് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് എന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരന്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവരുടെ മറ്റെന്തെങ്കിലോ മോഹിക്കരുത്. ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലരെയും നാഥായിലേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 10 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും രക്ഷ. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അകലത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അതരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല.
ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകരില്ലാതെ എങ്ങനെ കേൾക്കും? ഐക്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. പരിശുദ്ധ സുവിശേഷം 53 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യസത്യമായ നിങ്ങളുമായും നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിനായി നിങ്ങൾ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനഹൂമിൽ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇത് കേട്ട് അവന്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രമിക്കുവാൻ ആർക്ക് കഴിയും? അവന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരിക്കുന്നിടത്തേക്ക് ആരോപണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങൾ ചിലരുണ്ട്. അവർ ആരും തന്നെ ഒറ്റിക്കൊടുക്കാതിരുന്നവൻ ആയിരുന്നു. ആദ്യം മുതലേ അവൻ ആയിരുന്നു. അവൻ ഇത് പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചവരല്ലാതെ എന്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? യേശു ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും?
നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. തമ്പുരാനെ അറിയുക, വിശ്വസിക്കുക. ഈശ്വരന്റെ സ്നേഹമുള്ള മാതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ കൊടുങ്കാറ്റുകളുടെ കാലഘട്ടമായിരുന്നു. പ്രവചനങ്ങളെല്ലാം അതീതമായ ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ചിന്ത പലപ്പോഴും ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ അനിശ്ചിതമാണ്. വിട്ടുപോകുന്നവർ, കൂടെ കൂടുന്നവർ, കൂട്ടിച്ചേർക്കാവുന്നവർ എങ്ങനെയാണെങ്കിലും ഇന്ന് സുവിശേഷം നമ്മളോട് പറയുകയാണ്, കൂടെ നിൽക്കുക, ബോധ്യത്തോടുകൂടി. തമ്പുരാന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ബോധ്യങ്ങളുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പത്രോസ് പ്രതിപാദിക്കുക. ഈശോ സാപത്തിനെ കുറിച്ച് പറഞ്ഞു. ശിഷ്യന്മാർ ഗ്രഹിച്ചു. കൂടെ നിൽക്കുകയാണ് കട്ടൻ. ഈശോ നിയമ വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ വന്നിരിക്കുന്നത് നിയമം പൂർത്തീകരിക്കുവാനാണ് എന്ന് പറഞ്ഞു. അവ കൂടെ നിൽക്കുകയാണ്. അതിനുശേഷം ഈശോ ദൈവരാജ്യത്തെ കുറിച്ചും അന്ത്യവിധിയെ കുറിച്ചും പറഞ്ഞു. ഞാൻ പോവുകയാണ്, പോകുന്നിടത്ത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം എന്നെല്ലാം പറഞ്ഞു. മനസ്സിലായില്ല. തോമസ് ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വ്യക്തമായില്ലായെങ്കിലും അവന്റെ മറുപടിയിൽ അവർ സംതൃപ്തരാകുകയാണ്, കൂടെ നിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറയുമ്പോൾ അത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ ആഴം അവർ ഗ്രഹിക്കുന്നില്ല. അവർ പിറുപിറുക്കുകയാണ്. ഇത് കഠിനമാണ്, ഇതെങ്ങനെ മനസ്സിലാക്കുവാനായി സാധിക്കും? കൂട്ടിച്ചേർക്കുകയാണ് സുവിശേഷകൻ. അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവിടെ നിർത്തുന്നില്ല. അവർ പിന്നീട് ഒരിക്കലും അവരെ അനുഗമിച്ചില്ല എന്ന് സുവിശേഷത്തിൽ ആ വചനങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എത്രമാത്രം കഠിനമായിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിക്കുക. വേണമെങ്കിൽ അല്പം കൂടി മയപ്പെടുത്തി പറയാമായിരുന്നു. വായിക്കുന്നവന് അല്പം കൂടി മയം ലഭിക്കുവാനായിട്ട്. ഏതാനും പേർ വിട്ടുപോയിരുന്നു, കുറച്ചു പേർ വിട്ടുപോയിരുന്നു. അല്ലെങ്കിൽ അടുത്ത ഭാഗം അവർ പിന്നീട് ഒരിക്കലും അവനെ അനുഗമിച്ചില്ല എന്ന് അത് വിട്ടുകളയുകയോ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് പറയുകയാണ്, വളരെ അവനെ വിട്ടുപോയി, പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തമ്പുരാനെ കുറിച്ച്, പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴമായ ബോധ്യത്തിൽ ജീവിച്ചവരാണ് ശിഷ്യന്മാർ. ആ ബോധ്യം അവർ പകർന്നു നൽകുവാനായിട്ട് സാധിച്ചു. അത് പകർന്നു നൽകിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. കുർബാന അത് ജീവിതത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ നിത്യജീവൻ നൽകുന്നതാണ് എന്ന ബോധ്യം നമുക്ക് ലഭിച്ചു, ശിഷ്യന്മാർക്ക് ലഭിച്ചു. എന്തുകൊണ്ടാണ് തങ്ങൾ ഈശോയിൽ നിന്ന് വിട്ടുപോകാത്തത് എന്ന വ്യക്തമായ ഒരു ഉത്തരം പത്രോസ് നൽകുവാനുണ്ടായിരുന്നു. പത്രോസ് പറയുകയാണ്, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന്. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യങ്ങളാണ് പത്രോസിൽ നിന്ന് പുറത്തേക്ക് വരിക. സ്നേഹമുള്ളവരെ, ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനോടൊപ്പം ആയിരിക്കുമ്പോൾ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക്
ഈശ്വര ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ആ ബോധ്യങ്ങൾ വളർത്തുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് വിശ്വാസമില്ല എന്ന്, വിശ്വാസം കുറവുണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട്. അവർ ചിലർ ഓടി ഒളിച്ചു, ചിലർ തള്ളി പറഞ്ഞു, അവൻ ഒരുവൻ പിശാചാണ് എന്നും അവൻ പറയുന്നു. എന്നാൽ അവനവരെ വിട്ടു പോകുന്നില്ല. അവർ പഴയ പരിപാടിയിൽ മീൻ പിടിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുമ്പോഴും അവനവരെ ചേർത്ത് പിടിക്കുകയാണ് തിബേരിയോസ് കടൽ തീരത്ത്. ശിശുമാരിലേക്കാണ് തീരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പത്രോസും കൂട്ടരും തള്ളിപ്പറഞ്ഞ് ഓടി ഒളിച്ചവരാ. അവൻ കൂടി നിൽക്കുകയാണ്. പിന്നീട് അവന്റെ വാക്കുകളിൽ വിശ്വസിച്ച് തോമസിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധാന ദർശനം അവന് മാത്രം ലഭിക്കുന്നില്ല, മറ്റൊരാൾക്ക് ലഭിച്ചു. അവൻ വിട്ടുപോകുകയല്ല, മറിച്ച് കൂടി നിൽക്കുകയാണ്. തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കൂടി നിൽക്കുവാനായിട്ട് സാധിക്കണമെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ഫലം എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാനായാലും നിങ്ങളായാലും ശ്വാസമൊന്നും നിലച്ചു പോയാൽ എന്റെ പേര് മാറും, നിങ്ങളുടെ പേര് മാറും, ശവം എന്നായി തീരും. തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മനോഹരമായ വാക്കാണ് ഉപയോഗിക്കുക, സത്തുപോയി എന്ന്. നമ്മൾ പറയും ചത്തുപോയി എന്ന്, അവർ പറയും സത്തുപോയി എന്ന്. സത്ത് ജീവനാണ്. ആ ജീവൻ പോയാൽ എല്ലാം തീർന്നു. നമ്മൾ വളരെ മനോഹരമായിട്ട് പരിപാലിക്കുന്ന മുടി അത് വെട്ടിക്കളഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല. വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന നഖം അത് വിട്ടുപോയാൽ അത് കത്തിക്കളയും. അതുപോലെ ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ ആത്മാവിന് വില കൊടുക്കുവാനായിട്ട് അത് നിത്യജീവനിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി തമ്പുരാൻ പറയുകയാണ് തമ്പുരാനെ അറിയണമെന്ന്. അറിഞ്ഞാൽ മാത്രമാണ് അവനെ അനുഭവിക്കുവാനായിട്ട് ആ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി അവൻ പറയുകയാണ് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ ജീവിക്കുന്നത്? തീർച്ചയായും നിത്യജീവൻ പ്രാപിക്കുവാനാണ്. അതിന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന്. സ്നേഹമുള്ളവരെ, അറിവ് വിശ്വാസത്തിലേക്ക് എത്തിച്ചേരണം. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറിവ് വിശ്വാസത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടെ നിൽക്കുക, ബോധ്യത്തിൽ അത് വിശ്വാസമായി വളർത്തുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത കർത്താവേ, കൗതാശി ജീവിതത്തിലൂടെ വിശുദ്ധിയിലൂടെയുവാൻ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
ആവശ്യമുള്ളത് സമർപ്പിക്കാം. നിത്യജീവൻ ആവശ്യമായ എല്ലാം ഞങ്ങൾക്ക് നൽകേണ്ടവരായിരിക്കുന്നു. അവരോട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് നിങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അത് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ അങ്ങയുടെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ക്രിസ്ത്യാനി സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മളോട്. കർത്താവായ ദൈവമേ, അങ്ങയുടെ സമർത്ഥമായ
ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരാഗങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങൾക്കാവായുമേ നിസ്സാരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ. മണ്ണിലും പിന്നിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ. മണ്ണിലും പിന്നിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. ആഹാരം തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ കമ്പടിയിലെ എന്റെ രക്തമാകുന്നു. ഇതെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യും. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ
അങ്ങനെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗരാജ്യം തരാം,
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Sorry.
അറിയിക്കുവാൻ കഴിഞ്ഞ ഒരാഴ്ച 7,570 രൂപ നികുതിമാണ് 2,957 രൂപ. സെന്റ് ജോസഫ് സെന്റ് മേരീസ് കാശ് സമർപ്പണം 1,280 രൂപ. അധ്യാപകരുടെ കാശ് സമർപ്പണം 1,470 രൂപ. സെന്റ് ജോർജ് ഉപയോഗിച്ചും ഇന്ന് സെന്റ് ജോർജ് ഉപയോഗിച്ച് 4 മണിക്ക് പള്ളി പരീക്ഷകൾ വിളിച്ചു. സെന്റ് ജോർജ് ഉപയോഗിച്ച് 5 മണിക്ക് പള്ളി പരീക്ഷകൾ വിളിച്ചു കൂടുന്നതാണ്. അതിരൂപത വൈദികരുടെ വാർഷിക ധ്യാന സമയമാണിപ്പോൾ. ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ചുണങ്ങേരി നിവേദിതയിൽ വെച്ച് നടക്കുന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്നതാണ്. ഈ ആഴ്ചയിൽ ബുധനാഴ്ച കുർബാന രാവിലെയും വെള്ളിയാഴ്ച കുർബാന വൈകിട്ടും ആയിരിക്കും. മഠങ്ങളിൽ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ബുധനാഴ്ച കുർബാന രാവിലെയും വെള്ളിയാഴ്ച കുർബാന വൈകിട്ടും ആയിരിക്കും. നമുക്ക് ഇടവകയിൽ മരണ സഹായ സംഘം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ അംഗത്വം സ്വീകരിക്കുവാൻ ഒരു കുടുംബം നൽകേണ്ടത് 500 രൂപയാണ്. ഇടവക ആത്മസ്തുതിയിൽ പേരുള്ള മാതാപിതാക്കളും ഒരു കുടുംബവുമായിരിക്കും കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മരണ സഹായ സംഘത്തിൽ ഒരു അംഗം മരിച്ചാൽ മരണ ഉപരിയായി ഒരു കുടുംബം നൽകേണ്ടത് 100 രൂപയാണ്. മരിക്കുന്ന അംഗ കുടുംബത്തിന് അടിയന്തരമായി നൽകുവാൻ ഉദ്ദേശിക്കുന്ന തുക 15,000 രൂപയായിരിക്കും. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും മരണ സഹായത്തിന് ചേരുവാൻ താല്പര്യപ്പെടണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കുടുംബയിൽ ഭാരവാഹികൾ നിങ്ങളെ സമീപിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ ബലിയർപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു പള്ളി നമുക്ക് ആവശ്യമാണ്. പള്ളി പണിയുവാനായിട്ട് വ്യത്യസ്ത വഴികളിലൂടെ പൈസ സ്വരൂപിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ഒന്നാണ് 1,00,000 രൂപയുടെയും 3,00,000 രൂപയുടെയും ചിട്ടി മോഡലുള്ള ലഘു നിക്ഷേപം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളും സാധിക്കുന്ന രീതിയിൽ നിക്ഷേപത്തിലെങ്കിലും പങ്കാളികളാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതിനുള്ള ഭാരവാഹികൾ നിങ്ങളെ സമീപിക്കുന്നതാണ്. ഇടവക സഹായനിധി മാസവരി മുടക്കം വരുത്തിയിരിക്കുന്നവർ അത് തീർത്തു പോകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപോലെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായി മിശിഹായി സുതരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. സൃഷ്ടിച്ചല്ലോ മാനവനെ
തെറ്റുകുറവില്ലായിച്ചു. അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തിൽ